ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വീണ്ടും പശ്ചിമേഷ്യ യുദ്ധത്തിലേക്ക് പോകുന്ന അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്തു. ശരിക്കും ഇപ്പോഴത്തെ സംഘർഷാവസ്ഥയ്ക്ക് കാരണം 3 കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണമായിരുന്നല്ലോ. കപ്പലുകളെ ആക്രമിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഇറാൻ ഏറ്റെടുക്കുന്നില്ല. പക്ഷേ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു, ഇറാൻ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നു. ചില അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നത് കപ്പലുകളെ ആക്രമിക്കുന്നത് ഇസ്രയേലാണ് എന്നാണ്. വീണ്ടും യുദ്ധം വേണമെന്നത് അവരുടെ ആഗ്രഹമാണല്ലോ. ആ സാധ്യത തള്ളിക്കളയാവുന്നതാണോ, അതോ ഇറാൻ തന്നെയാകുമോ ഇതിന് പിന്നിൽ? ഇറാന് ഇരട്ടത്താപ്പുണ്ടോ ഇക്കാര്യത്തിൽ? ഇരട്ടത്താപ്പുകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. യുദ്ധ സമയത്ത് യാതൊരു സത്യവും നേരും നെറിയും ഒന്നും ഉണ്ടാകാറില്ല. ആധുനിക യുദ്ധത്തിലും അങ്ങനെ തന്നെയാണ്. പരമ്പരാഗതമായി തന്നെ യുദ്ധമെന്ന് പറയുമ്പോൾ ഒരുപാട് ചതി, വഞ്ചന, ഏത് വിധേനയും വിജയിക്കുക. അപ്പോൾ ഇവിടെ ചിന്താവിഷയമായിരിക്കുന്നത് കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണമാണ്. ഇപ്പോൾ കഥാതന്തു 3 കപ്പലുകൾ, 2 എണ്ണ ടാങ്കറുകൾ, ഒരു ചരക്ക് കപ്പൽ, അത് സൗദിയുടെയും ഖത്തറിൻ്റെയും ഉടമസ്ഥതയിലുള്ള കപ്പലുകളാണ്. ആക്രമിക്കപ്പെട്ടു എന്നത് വസ്തുതയാണ്. ആരാണ് ആക്രമിച്ചത്? സ്വാഭാവികമായി ചത്തത് കിചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ അനുമതിയില്ലാതെ ആ ഭാഗത്ത് നടക്കുന്ന ഏത് കപ്പൽ ഗതാഗതവും ഇറാൻ തടയുമെന്നത് മുൻകൂട്ടി പ്രഖ്യാപിച്ചതാണ്. ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഇറാൻ ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ ഇറാൻ അല്ല അത് ചെയ്തത് എന്ന് കൃത്യമായി സ്ഥിരീകരിക്കാനും ആവില്ല. ഇനി സംശയത്തിൻ്റെ മുനകൾ നീളുന്നത് സ്വാഭാവികമായി ഈ സമാധാന പ്രക്രിയയെ ആകമാനം അട്ടിമറിക്കാൻ വേണ്ടി ഇസ്രയേൽ നടത്തിയ ഒരു കിരാത ശ്രമം എന്ന നിലയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ അതിന് യാതൊരു സ്ഥിരീകരിക്കാവുന്ന ഒരു തെളിവുകളും ഇല്ലാതെ ഒരു കോൺസ്പിറസി തിയറി വെറുതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കാര്യമില്ല. കാരണം യഥാർത്ഥത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനൊരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. അതുമാത്രമല്ല, ഏതാനും ചെറിയ ആക്രമണങ്ങൾ മുൻപും ഉണ്ടായതാണ്. ഈ വെടിനിർത്തൽ കാലാവധിയിൽ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന് സമാനമായ രീതിയിൽ മുൻപും ചെറിയ തോതിൽ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഇറാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നതുമാണ്. തങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു സുരക്ഷിത പാതയുണ്ട്. തങ്ങൾക്കറിയാം എവിടെയെല്ലാമാണ് മൈനുകൾ നിക്ഷേപിച്ചിട്ടുള്ളത്, എവിടെയെല്ലാമാണ് സുഗമമായ ഗതാഗതം നടക്കാവുന്നത്. തങ്ങളുടെ അകമ്പടി ബോട്ടുകൾ അല്ലെങ്കിൽ കപ്പലുകൾ ഉണ്ടാവും. ആ തങ്ങൾ കാട്ടുന്ന വഴിയെ പോകാം. ഞങ്ങൾ ഇപ്പോൾ ഒരു ഫീസും അതിനുവേണ്ടി പിരിക്കില്ല. പക്ഷേ ആ മേഖലയിൽ ആകമാനമുള്ള സ്വാധീനം തങ്ങൾ അടിയറ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഇറാൻ്റെ ഒരു സ്റ്റേറ്റഡ് പോളിസിയാണ്. ഇപ്പോഴത്തെ ഇറാൻ്റെ യുദ്ധതന്ത്രത്തിൻ്റെയും വിദേശ നയത്തിൻ്റെയും എല്ലാം തന്നെ ഒരു പ്രധാന ശിലയായി, പില്ലർ ഓഫ് സ്ട്രെങ്തായി വന്നിരിക്കുന്നത് ഹോർമൂസിന് മേലുള്ള നിയന്ത്രണം ഭാവിയിലും ഒരു രീതിയിലും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതായത് അന്താരാഷ്ട്ര പ്രോട്ടോക്കോളുകളിലും ചാർട്ടറുകളിലും ഒക്കെയുള്ള ഈ ടെറിട്ടോറിയൽ സീ എന്നൊരു കാര്യമുണ്ടല്ലോ. ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള ഏതാനും നോട്ടിക്കൽ മൈലുകൾ ആ രാജ്യത്തിൻ്റെ തന്നെ സമുദ്ര അതിർത്തിയാണ്, ആ രാജ്യത്തിൻ്റെ പരമാധികാര പ്രദേശവുമാണ്. ആ പ്രദേശം ഈ ഭാഗത്ത് ഹോർമൂസിലേക്ക് വരുമ്പോൾ വളരെ ചെറിയൊരു കുപ്പിക്കഴുത്ത് പോലെയാണ്. 10-35 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ചില ഭാഗങ്ങളിൽ ഹോർമൂസിന് വീതി. അപ്പോൾ പിന്നെ ഇറാൻ്റെ ഭാഗമായ 10-20 കിലോമീറ്റർ അല്ലെങ്കിൽ നോട്ടിക്കൽ മൈൽസ് ഭാഗം ഇങ്ങോട്ട് തള്ളി നിൽക്കുമ്പോൾ അതിലൂടെ വേണം അന്താരാഷ്ട്ര കപ്പൽ പാത കടന്നു പോകാൻ. അതിന് ഇറാൻ്റെ മൗന അനുവാദം ഉണ്ടായിരുന്നു എക്കാലത്തും. കാരണം ഇത് ഇറാൻ നിർമ്മിച്ച കടലിടുക്കല്ല, പ്രകൃതിദത്തമായി ഉണ്ടായതാണ്. പക്ഷേ ഒരു തരത്തിൽ ഇപ്പോൾ അത് ഒരു ആയുധമാക്കി വെപ്പണൈസ് ചെയ്യാനാവും എന്ന് ഇറാൻ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് പിടി അയഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇറാന് വിലപേശൽ ശക്തി ഉണ്ടാവില്ല. മറ്റെന്ത് വെച്ചിട്ട് വേണം ഇറാൻ വിലപേശാൻ? ഇറാൻ്റെ എണ്ണ വെളിയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഇറാന് മറ്റു രാജ്യങ്ങളുമായി ഏതെങ്കിലും രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാക്കണമെങ്കിൽ, ഗൾഫ് രാജ്യങ്ങളുമായിട്ട് തന്നെ പരസ്പരം എന്തെങ്കിലും രീതിയിൽ മീനിങ് ഫുള്ളി ഡിസ്കസ് ചെയ്യണമെങ്കിൽ തങ്ങളുടെ നിയന്ത്രണം അവിടെ വേണം. ഇറാൻ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്, ഒമാനെ കൂടെ നിർത്താം. പല ആവർത്തി ഇറാൻ പറഞ്ഞതാണ്, ഹോർമൂസ് കടലിടുക്കിൻ്റെ വടക്ക് ഭാഗത്തെ വലിയ രാജ്യമായി ഇറാൻ ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. തെക്ക് ഭാഗത്ത് ഒരു ചെറിയ മുനമ്പ്, ആ കടലിടുക്കിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ഒമാൻ്റെയാണ്. UAEയുടെ ഭാഗവും ഉണ്ട്. അതോടൊപ്പം തന്നെ ഒമാൻ്റെ ഒരു ചെറിയ ഭാഗമുണ്ട്. അത് ചെറിയൊരു ഭാഗം മാത്രമാണ്. പക്ഷേ ഒമാൻ്റെ തീരക്കടലാണ് വളരെ നിർണായക മേഖല. എന്തുകൊണ്ട് ഇറാനും ഒമാനും ചേർന്ന് നിന്നുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഭാവി അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നീങ്ങുകയും ഒരു തരത്തിൽ ടോൾ പിരിക്കുകയും ചെയ്തുകൂടാ?
ഒമാനും അതൊരു വരുമാന മാർഗം ആകും. എണ്ണ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒമാൻ UAE പോലെ അത്ര സമ്പന്നമല്ല, അത്രയധികം അഭിവൃദ്ധി ഉണ്ട് ഒമാൻ എന്ന് പറയാനാവില്ല. അതുകൊണ്ട് ഒമാനും ഒരു മനസ്സുണ്ടായിരുന്നു. അത് മാത്രമല്ല, സമാധാന ചർച്ചകൾ ആദ്യഘട്ടത്തിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നതും ഒമാൻ എന്ന കിഴക്കൻ ഗൾഫ് രാജ്യമാണ്. പക്ഷേ ഇപ്പോൾ ഒമാൻ പൂർണ്ണമായി അമേരിക്കയുടെയും മറ്റ് GCC രാജ്യങ്ങളുടെയും വരുതിയിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒമാൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഒമാൻ്റെ തീരപ്രദേശത്ത് കൂടി കുറച്ചുകൂടി നിർദ്ദിഷ്ട ഇറാൻ നിർദ്ദേശപാതയേക്കാൾ ലേശം തെക്കുമാറി ഒമാൻ്റെ തീരപ്രദേശത്ത് കൂടി കപ്പൽ ഗതാഗതം ഇപ്പോൾ വലിയ തോതിൽ നടന്നുകൊണ്ടിരുന്നത്. അത് എന്തു വിധേനയും പൊളിക്കണം. ഒമാനെ പിണക്കിയാലും ശരി, ഈ സുഹൃത്ത് രാജ്യം കൂടിയായ ഖത്തറിനെ ആക്രമിച്ചിട്ടുണ്ട്, ശരിയാണ്. ഖത്തറിലാണ് ഈ വലിയ രീതിയിലുള്ള അമേരിക്കൻ എയർ ഫോഴ്സിൻ്റെ ബേസൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ ആക്രമിച്ചു. പക്ഷേ ഖത്തറുമായി ഒരു സൗഹൃദമുണ്ട് ഇറാൻ. അതുകൊണ്ടാണല്ലോ സമാധാന ചർച്ചയിൽ ഖത്തർ കൂടിയാണല്ലോ ആതിഥ്യം വഹിക്കുന്നത്. പാകിസ്ഥാനും ഖത്തറുമാണ് ഈ മീഡിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇറാൻ ഖത്തറുമായി ചേർന്ന് നിൽക്കാമെന്ന് ആഗ്രഹിച്ചു. ഇതൊന്നും തന്നെ നടക്കുന്ന ലക്ഷണമില്ല. കാരണം ഖത്തറിൻ്റെയും സൗദിയുടെയും UAEയുടെയും ഒക്കെ കപ്പലുകൾ യഥേഷ്ടം പോവുകയാണെന്ന് മാത്രമല്ല, മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ, പുറത്തുനിന്ന് എണ്ണ എടുക്കാൻ വരുന്ന കപ്പലുകളും ഈ പുതിയ പാതയിലൂടെ നീങ്ങുന്നത് ഇറാനെ വലിയ രീതിയിൽ അലോസരപ്പെടുത്തി. അതുകൊണ്ട് സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാനാവുന്നത്, ആ പ്രദേശത്തു കൂടി പോയ കപ്പലുകളുടെ മേൽ ആക്രമണം ആരെങ്കിലും നടത്തിയിട്ടുണ്ട് എങ്കിൽ പ്രഥമ ദൃഷ്ടിയ അത് ഇറാൻ ആകാനേ വഴിയുള്ളൂ. മാത്രമല്ല, ആക്രമണം നടത്തുമ്പോൾ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് അറിയാത്തതല്ല ഇറാൻ. അതിനുള്ള ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഇറാൻ്റെ കേപ്പബിലിറ്റീസ്, മിസൈൽ കേപ്പബിലിറ്റി എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇറാൻ ഇപ്പോഴും തിരിച്ചടിക്കാൻ കഴിയുന്നു എന്നതല്ലേ വാസ്തവം. ഇറാൻ നിരന്തരമായി, ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോളട്ടെ, ഇറാൻ നിരന്തരമായി 2 രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. അത് ബഹ്റൈൻ എന്ന ഏറ്റവും ചെറിയ രാജ്യം, അതുപോലെ ഇറാനോട് ചേർന്ന് കിടക്കുന്ന, ടെറിട്ടോറിയലിൽ ചേർന്ന് കിടക്കുന്ന തെക്കൻ പ്രദേശം, അത് പേർഷ്യൻ ഗൾഫിൻ്റെ ഏറ്റവും ഉൾഭാഗം ചേരുന്ന കുവൈറ്റ് കംപ്ലീറ്റ്ലി ലാൻഡ് ലോക്ക്ഡ് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ പേർഷ്യൻ ഗൾഫിലൂടെ അല്ലാതെ കുവൈറ്റിന് വേറൊരു ഭാഗത്തേക്കും എക്സിറ്റ് ഇല്ല എന്നോർക്കണം. അപ്പോൾ ഇറാൻ്റെ ആക്രമണം ഈ 2 രാജ്യങ്ങളിലേക്ക് മാത്രം നോക്കൂ. ഈ റൗണ്ടിൽ UAE ആക്രമണ വിധേയമായിട്ടില്ല, ഒമാൻ ആക്രമണ വിധേയമായിട്ടില്ല, സൗദി അറേബ്യൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണമില്ല, എന്തിന് ഖത്തറിലേക്ക് പോലും ആക്രമണമില്ല. 2 രാജ്യങ്ങൾ തിരഞ്ഞുപിടിച്ച് നിരന്തരമായി ഇറാൻ ഇപ്പോൾ ആക്രമിക്കുന്നു. അതെന്തിന് എന്ന് കൃത്യമായി വിലയിരുത്താൻ കഴിയുന്നില്ല എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ബഹ്റൈനൊക്കെ എന്താ പറയുക, ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ, സ്വന്തമായി ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല. ഇപ്പം ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചടിക്കുമോ എന്ന ചോദ്യം കുറേ കാലമായി ഉയരുന്നുണ്ട്. എന്ത് തിരിച്ചടിക്കാൻ? അവർക്ക് വേണ്ടി അമേരിക്കയാണ് എക്കാലത്തും ഡിഫൻസ് ഒരുക്കിയിട്ടുള്ളത്. അവരൊരു വലിയ മിഥ്യാലോകത്താണ് ജീവിച്ചത്. GCCയിലെ 6 രാജ്യങ്ങൾ ഒരു കാൽപ്പനിക ലോകത്താണ് ഇതുവരെ ജീവിച്ചിരുന്നത്. തങ്ങളെ ഒരിക്കലും ആരും ആക്രമിക്കില്ല, തങ്ങൾ ആർക്കും എതിരായി ഒന്നും ചെയ്യുന്നില്ലല്ലോ, തങ്ങൾ ആക്രമണ വിധേയമാവില്ല, ഇറാൻ തങ്ങളുടെ ശത്രുരാജ്യമല്ലല്ലോ, എന്തിനു വേണ്ട വെറുതെ ആക്രമിക്കണം, അമേരിക്കൻ താവളങ്ങൾ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ആക്രമണം എവിടുന്നെങ്കിലും വന്നാൽ അത് തടുക്കാൻ അമേരിക്കൻ സേനാ താവളങ്ങൾ മതിയാകും എന്ന ഒരു ഇല്യൂഷനിലായിരുന്നു ഗൾഫ് രാജ്യങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷെ തങ്ങൾക്ക് സംരക്ഷണം ഒരുക്കി എന്ന് അവർ കരുതിയിരുന്ന അതേ താവളങ്ങൾ തന്നെയാണ്, അമേരിക്കൻ താവളങ്ങൾ തന്നെയാണ് തങ്ങൾക്ക് വലിയ ഭീഷണി സൃഷ്ടിച്ചതും എന്ന് വൈകി മനസ്സിലാക്കുന്നു. പക്ഷെ അത് ഓപ്പണായി പുറത്ത് പറയാൻ, ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് ത്രാണിയില്ല. അപൂർവമായി മാത്രം UAEയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന ഉണ്ടായി. തങ്ങൾ ഇറാന് തിരിച്ചടി നൽകാൻ താല്പര്യമുണ്ട്, ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കാം. ഖത്തറിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രാവശ്യം അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായി. പക്ഷെ അങ്ങനെ ഒറ്റപ്പെട്ട പ്രസ്താവനകൾ അല്ലാതെ സംഘടിതമായി GCC രാജ്യങ്ങളിൽ നിന്നും അവരുടെ അറിവോടുകൂടി ഒരു മിസൈലുകളും ഇറാനിലേക്ക് പോയിട്ടില്ല, ഒരു പോർവിമാനം അയച്ചിട്ടില്ല. ഇവരുടെ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അമേരിക്കൻ താവളങ്ങളിൽ നിന്നും അനേക സോർട്ടീസ്, ഏറിയൽ സോർട്ടീസ് ഉണ്ടായിട്ടുണ്ട്, മിസൈൽ വർഷം ഉണ്ടായിട്ടുണ്ട്, അതിനുള്ള തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്. എന്നല്ലാതെ യാതൊരു രീതിയിലും ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും യുദ്ധരംഗത്തേക്ക് നേരിട്ട് വന്നിട്ടില്ല. പക്ഷേ ഏറ്റവും അധികം ആകാംക്ഷ ഉയർത്തുന്നത് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസ് വീണ്ടും അടച്ചു കഴിഞ്ഞപ്പോൾ, വീണ്ടും താൽക്കാലികമായിട്ടെങ്കിലും വീണ്ടും അടച്ചു കഴിഞ്ഞു, അപ്പോൾ പിന്നെ
അവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള പോക്ക് ഇനി ബുദ്ധിമുട്ടാകും. ഏറെക്കാലം എണ്ണ ഉത്പാദനം നിർത്തിവെക്കാനാവില്ല. ഒരുപാട് പിരിച്ചുവിടലുകൾ വേണ്ടിവരും, ഒരുപാട് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടിവരും. ഒരു ടൂറിസ്റ്റ് ഹബ്ബ് എന്നുള്ള നിലയിൽ ഗൾഫിന് മുന്നോട്ട് പോകാനാവില്ലാതെ വരും. സൗദി അറേബ്യ ഉൾപ്പെടെ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തിരക്കിലാണ്. സ്ഥിതിഗതികൾ സമാധാനമായിട്ട് വേണ്ടേ പണമുള്ളവർ അവിടെ ടൂറിസ്റ്റായി എത്താൻ? ആ ഒരു സാഹചര്യമില്ല നോക്കാം. ബാങ്കിങ് ഇൻഡസ്ട്രി, ഇൻഷുറൻസ് ഇൻഡസ്ട്രി, പരമ്പരാഗതമായ മറ്റ് വ്യവസായങ്ങൾ, ഇതെല്ലാം തന്നെ തകിടം മറിയുന്ന ഒരു കാഴ്ചയാണ്. ഇന്ത്യയുടെ പ്രവാസികൾ 90 ലക്ഷത്തിൽ പരം പേരുണ്ട്, 1 കോടിയോളം പേർ. അവരുടെ മനസ്സിൽ തീമഴ പെയ്ച്ചുകൊണ്ടാണ് വീണ്ടും സമാധാന പ്രക്രിയ അട്ടിമറിക്കപ്പെട്ട് വീണ്ടും അസമാധാനം കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരെ ആക്രമിച്ചു എന്നതല്ല ഇവിടെ വിഷയം. ആക്രമണം സംഭവിച്ചിരിക്കുന്നു. അതിനെ എത്രത്തോളം സമചിത്തതയോടുകൂടിയാണ് രണ്ട് കൂട്ടരും എടുത്തത്. ഒട്ടും സമചിത്തതയില്ലാതെ, ഒട്ടും ശാന്തമല്ലാതെ ഓവർ റിയാക്ഷനിലേക്ക് രണ്ടു ഭാഗവും ഇറാനും അമേരിക്കയും നീങ്ങി. അതിൻ്റെ മെച്ചം തന്ത്രപരമായി ഇസ്രായേലിന് തന്നെയാണ് എന്ന് പറഞ്ഞു വയ്ക്കാം. ശരിക്കും ഈ ഇറാനുമായുള്ള വെടിനിർത്തൽ ധാരണ അവസാനിച്ചു എന്ന് ട്രംപ് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അല്ലേ? യുദ്ധം തുടരണമെന്ന് ആഗ്രഹിച്ചത് നെതന്യാഹു മാത്രമായിരുന്നു എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത്. ലെബനനുമായി കരാറുണ്ടാക്കിയ ശേഷവും ആ രാജ്യത്ത് സൈനിക നടപടി ഇസ്രായേൽ ഇപ്പോഴും തുടരുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ട്രംപ് വെടിനിർത്തൽ കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നെതന്യാഹു കൂടുതൽ ഹാപ്പിയാകുകയല്ലേ? ആശാൻ ആനന്ദശീലൻ എന്ന് പറയുന്നത് പോലെ നെതന്യാഹു എന്ന ആശാൻ വളരെ ഉന്മേഷവാനാണ്. ഇപ്പം യുദ്ധം അദ്ദേഹത്തിൻ്റെ സ്ഥിരകളെ വല്ലാതെ ത്രസിപ്പിക്കുന്നു എന്ന് വേണം കരുതാൻ. സമാധാനം എന്നത് ഭീതിതമായ ഒരു അവസ്ഥയാണ്. ഒരു സമാധാനം എങ്ങാനും ഉണ്ടായാൽ മധ്യപൗരസ്ത്യ പ്രദേശത്ത് പൂർണ്ണമായ സമാധാനം, അമേരിക്കയും ഇറാനും തമ്മിൽ പൂർണ്ണമായ ഒരു ഫൈനൽ എഗ്രിമെൻറ്റിലേക്ക് എത്തിച്ചേർന്നാൽ ഇസ്രയേലിന് മൾട്ടി ഡയമെൻഷണൽ ഡാമേജ് ഉണ്ടാവും. അത് ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. ഒന്ന്, ഇറാൻ ഒരു വിപത്തല്ലാതെ മാറിക്കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ വില എന്താണ്? അമേരിക്കയുടെ മനസ്സിൽ തന്നെ ഇസ്രയേലിൻ്റെ വില എന്താണ്? തീർച്ചയായും ജൂയിഷ് ലോബിയൊക്കെ ഉള്ളിടത്തോളം കാലം അമേരിക്കൻ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ ഒരു ഭാഗം, ഫൈനാൻഷ്യൽ സെക്ടർ നിയന്ത്രണത്തിൻ്റെ ഒരു ഭാഗമൊക്കെ യഹൂദൻ്റെയും കൂടെ കയ്യിലാണ്. അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സ്വാധീനക്കുറവുണ്ടാകും ഇസ്രയേലിന്. അതൊന്ന്. രണ്ട്, അമേരിക്കയും ഇറാനും തമ്മിൽ ചങ്ങാത്തത്തിലായി. ഗൾഫ് രാജ്യങ്ങൾ അവരുമായിട്ടെല്ലാം സഹകരിച്ച് നിൽക്കുന്നു. ഇറാൻ ആൻഡ് ഗൾഫ് ഇപ്പം പ്രശ്നമില്ലാതെ പോവുകയാണെങ്കിൽ തീർച്ചയായും അതൊരു വലിയ കൺസോളിഡേറ്റഡ് ഒരു ഫിനാൻഷ്യൽ ഹബ്ബായി മാറും. അത് അമേരിക്ക എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ വലിയ ലോകത്തെ ഏറ്റവും വികസിതമായ ഇടങ്ങളിലൊന്നായിട്ട് അത് മാറും. ഇപ്പോൾ അത് ഇറാൻ തീർച്ചയായും ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഒരുപാടുള്ള രാജ്യമാണ്. ഏറിയ ഉണ്ട്, വലിയ ഭൂമി ഉണ്ട് അവർക്ക്. അത് മാത്രമല്ല അവർക്ക് എണ്ണ സമ്പത്തുണ്ട്. തീർച്ചയായും നാളുകളിലെ വൻ ശക്തിയായി, ആണവ വിഷയം മാറി നിൽക്കട്ടെ, അല്ലാതെ ഒരു ശക്തിയായി മാറാൻ കഴിയും. ഇസ്രയേൽ തീരെ നിഷ്പ്രഭമായി പോകും. ഇസ്രയേൽ വളർന്നാലും ഒരു പരിധിയിൽ കൂടുതൽ വളരാനാവില്ല. തീരെ ചെറിയ ജനസംഖ്യയും തീരെ ചെറിയ ഭൂമിയും മാത്രമുള്ള ഇസ്രയേലിനെ ഒരു പരിധിയിൽ കൂടുതൽ തന്ത്രപരമായ സമീപനങ്ങളിലൂടെ മാത്രമേ, അല്ലെങ്കിൽ ഹൈടെക് മെത്തേഡ്സിലൂടെ മാത്രമേ, അല്ലെങ്കിൽ വൻശത്തെ അമേരിക്കയെ സ്വാധീനിക്കുന്നതിലൂടെ മാത്രമേ ഇസ്രയേലിന് മുന്നോട്ട് പോകാനാവൂ എന്നും അവർക്കറിയാം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്ന്, ഗൾഫ് രാജ്യങ്ങളുമായി ഇപ്പോൾ ഇസ്രയേൽ നല്ല ബന്ധത്തിലാണ്. കാരണം എന്തുകൊണ്ടാണ്? ഗൾഫ് രാജ്യങ്ങൾ, GCC മേഖലയിലെ രാജ്യങ്ങൾ ഇറാനെയാണ് ഇപ്പോൾ ഭയപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഗൾഫ് പ്രദേശത്തിൻ്റെ ഉൾപ്പെടെ സുരക്ഷയുടെ ആത്യന്തികമായ ഒരു മേൽനോട്ടം ഇസ്രയേലിന് ഡീഫോൾട്ടായി ലഭിക്കുകയാണ്. ഉദാഹരണത്തിന് UAE, ഇസ്രയേലിൻ്റെ ഒരു ഡിഫൻസ് സംവിധാനത്തിൻ്റെ ഭാഗമാണല്ലോ അയൺ ഡോം. അതിന് സമാനമായ രീതിയിൽ UAEയിൽ ഡിഫൻസ് കേപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ ഇസ്രയേൽ വലിയ സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ അത് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും നീളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മിലിറ്ററി പൊട്ടൻഷ്യലിൻ്റെ അല്ലെങ്കിൽ ഡിഫൻസ് കേപ്പബിലിറ്റീസ് ഒരു വിൽപ്പനയ്ക്ക് വേണ്ടി വയ്ക്കാനുള്ള സാധ്യതയും ഇസ്രയേൽ കാണുന്നു. അതുകൊണ്ട് ഇസ്രയേലിൻ്റെ പ്രഭാവം അവിടെ നിലനിൽക്കണമെങ്കിൽ ഇറാൻ മറുപക്ഷത്ത് ശക്തമായി നിൽക്കണം. അത് ശക്തമെന്ന് പറഞ്ഞാൽ അത് ദുർബലമാകണം, അതേസമയം ഒരു ഫാക്ടറായി നിൽക്കണം. ഇറാൻ എന്ന ഫാക്ടർ അവസാനിക്കുന്നത് പൂർണ്ണമായി ഇറാൻ്റെ പരാജയം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇസ്രായേലിന് സന്തോഷമായിരിക്കാം. കാരണം ഇസ്രായേലിന് സുരക്ഷാ ഭീഷണി പിന്നെ ഒരിടത്തുനിന്നും വരുന്നില്ല. അറബ് രാജ്യങ്ങൾ ആരും
ഇസ്രയേലിനെ ആക്രമിക്കാൻ പോകുന്നില്ല, പലസ്തീൻ കോസ് ആരും എടുത്ത് വാക്കാൽ പറയുമെന്നല്ലാതെ പലസ്തീൻകാർക്ക് ഉള്ള ഒരു സഹായം അറബി നാട്ടിൽ നിന്ന് വരാനായിരുന്നെങ്കിൽ എപ്പോഴേ വരാമായിരുന്നു. എപ്പോഴെല്ലാം സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അറബി രാജ്യങ്ങൾ പലതായി ചിതറി നിൽക്കുകയാണ് ചെയ്തത്. അത് ഇസ്രായേൽ നന്നായിട്ട് അറിയാം. അപ്പോൾ അറബി ത്രട്ട് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഉള്ളത് പേർഷ്യൻ ത്രട്ടാണ്, ഇറാനിൽ നിന്നുള്ള ത്രട്ടാണ്. അത് അവസാനിപ്പിക്കണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു. അമേരിക്കയെ കൊണ്ട് തന്നെ അത് ഫിനിഷ് ചെയ്യിപ്പിക്കണം എന്നും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ 24 മുതൽ 48 മണിക്കൂർ വരെയുള്ള സമയത്ത് നടന്ന സംഭവങ്ങൾ ഇസ്രയേലിനെ വല്ലാതെ കോരിത്തരിപ്പിക്കുന്നുണ്ട്. അത് പോസിറ്റീവ് സെൻസിലല്ല നമ്മൾ കാണേണ്ടത്. അത് യുദ്ധം ഒരിക്കലും കോരിത്തരിപ്പിക്കുന്ന അനുഭവമല്ല. യുദ്ധം വളരെ വിനാശകാരിയാണ്, നിരാശാജനകമാണ്. ജീവനുകൾ പൊലിയുന്ന, സമൃദ്ധമായ ജീവനുള്ള സാമ്പത്തിക ഉപാധികൾ നഷ്ടപ്പെടുന്ന ഒരു വലിയ പ്രക്രിയയാണല്ലോ യുദ്ധം. അത് ഒരിക്കലും ആശാസ്യമായ കാര്യമില്ല. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഏതെങ്കിലും സാധ്യതയിൽ അധികാരത്തിൽ തിരിച്ചെത്തണമെങ്കിൽ, ജനങ്ങളോട് കണക്ക് പറയണമെങ്കിൽ, എന്തെങ്കിലും വിജയം കാട്ടാനുണ്ടാവണം. നേരിട്ട് കാട്ടാനില്ല എങ്കിൽ വെളിയെട്ടനെ കൊണ്ടെങ്കിലും ഇറാനെതിരെ വിജയം നേടിയെടുക്കാൻ അവസാന ശ്രമവും ഇസ്രയേൽ നടത്തുന്നു എന്നും കാണാം. അതുകൊണ്ട് ഇവിടെ ഹാപ്പി ഡേയ്സ് ആർ ഹിയർ അഗൈൻ എന്ന പാട്ടും പാടി ഇസ്രയേൽ മുന്നോട്ട് പോകുന്നു. അത് വിനാശകരം തന്നെയാണ്.